ഓർഗനൈസ് ചെയ്ത സുസ്വരം 24 വിസ്ഡം ഓഫ് സൗണ്ട് വളരെ ഭംഗിയായ പേരാണ് കൊടുത്തിരിക്കുന്നത്, സുസ്വരം. അപ്പോൾ അത് നമ്മൾ ആരംഭിക്കുകയാണ്. We are just going to begin it. Any auspicious functions always begins with prayer to the Almighty, irrespective of the God whoever it is, who has given us life in this universe. So I request Srimati Madhavi to come and give prayer for Almighty. Thank you. Thank you. നമ്മൾ പ്രയർ കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു എറ്റി ഫംഗ്ഷൻ നമ്മളൊരു ഭദ്രതയും കൊടുത്തി ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാംസ് സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. നോർമലി വി enlighten the lamp, lighting the lamp which will enlighten all of us. So that's the way how we begin almost all sessions. So we have lighting the lamp session, which we will call a few people name. They should please come and please light the lamp. Shri S.P. Warrior, Srimati Tilagam Warrior, Ajit Kumar, Mogundan and Ashok Kumar. Please do come and please light the lamp.
Thank you for lighting the knowledge. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിനെക്കാട്ടും മുമ്പ് I kindly request Mr. Steve Warrior to give welcome each and every participant and their family members and the good friends of Warrior Samaj. Good morning, members, participants കൂടെ വന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ആദ്യമായ വാര്യസമാജം ആദ്യമായിട്ടുള്ള സ്വീകരണം. നമ്മുടെ ചെന്നൈ വാര്യസമാജത്തിന്റെ പ്രസ്റ്റീജിയസ് ആൻഡ് സിഗ്നേച്ചർ ഇവന്റ് ആയിട്ടുള്ള സുസ്ഥിരം 24 എന്നുള്ള സംഗീത മത്സര പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ചെന്നൈ വാര്യസമാജത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നമ്മളുടെ സമാജത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് നടക്കുന്ന പരിപാടികളായിരിക്കും. ഓണം പരിപാടി, പിക്നിക്ക്, അല്ലെങ്കിൽ KGM, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ അങ്ങനെ നടത്തുന്നതാണ്. ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഔട്ട് ഓഫ് ദി സമാജം മെമ്പേഴ്സ് അല്ലാതെ മറ്റ് പാർട്ടിസിപ്പൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണിത്. അതിലേക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് സ്വീകരണം മനസ്സിലാക്കി. പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ വാര്യ സമാജത്തിന്റെ മെമ്പേഴ്സ് അല്ലാത്തവരുടെ അറിവിനായിട്ട് ചെന്നൈ വാര്യ സമാജത്തിനെ കുറിച്ച് ഒരു ഫ്യൂ വേർഡ്സ്. നമ്മുടെ ചെന്നൈ വാര്യ സമാജം CWS ഇത് തുടങ്ങിയിട്ടൊരു 40 കൊല്ലത്തിന് മേലെ 80s ബിഗിനിങ്ങിൽ ആണ് നമ്മൾ ഇവിടെയുള്ള ചില മുതിർന്ന വാരിയേഴ്സ് എല്ലാം കൂടി ഒരു ഉത്സാഹം എടുത്തിട്ട് ഹൗ ടു നമ്മുടെ വാരിയേഴ്സ് എല്ലാം കൂടി ഒന്നിച്ച് കൂടിയിട്ട് ഇടയ്ക്കെങ്കിലും മീറ്റ് ചെയ്ത് ഫിസിക്കലായിട്ട് നമ്മൾ ഒരു ആശയവിനിമയം നടത്താനും മറ്റ് ഗെറ്റുഗദറിനും എല്ലാത്തിനും കൂടിയിട്ട് ഒരു സമാജം, എല്ലാവർക്കും സമാജമുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വാരിയേഴ്സ് ആയിക്കൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാര്യ സമാജം നമ്മളങ്ങനെ തുടങ്ങി 40 കൊല്ലത്തിന് മേലെ ആയത്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു അന്ന് വളരെ ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാം മൊബൈലുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അന്ന് നമുക്കൊരു സൗകര്യം ഇല്ലാത്ത ആ കാലത്ത് കൂടെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് വാര്യ സമാജം ഓരോ പരിപാടികളും കൊണ്ടു നടന്നിരുന്നു. അപ്പോൾ ഈവൻ 40 വർഷം മുമ്പ് കൂടെ നമുക്ക് മിനിമം ഒരു 3-4 പരിപാടി ഒരു കൊല്ലത്തിലുണ്ടാവും. ഓണം സെലിബ്രേഷൻ നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും വളരെ വളരെ വലിയ ആഘോഷമായ ഓണം നമ്മൾ ഇവിടെ വളരെ ഫേമായിട്ട് ആഘോഷിക്കാറുണ്ടായിരുന്നു. എല്ലാ മെമ്പേഴ്സും അവരുടെ ഫാമിലീസും എല്ലാം ചേരുമായിരുന്നു. അതേമാതിരി AGM നമ്മൾ നടത്തും. പിന്നെ അപ്പം മുതലേ നമ്മൾ പിക്നിക് മെമ്പേഴ്സിന് എല്ലാവരും പിക്നിക് ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ AGM-ഉം ഓണം സെലിബ്രേഷനും കൂടി ഒന്നിച്ചിട്ട് നടത്താൻ തുടങ്ങി. സോ ഈവൻ ഈ 3 പരിപാടിയെങ്കിലും നമ്മൾ ആരംഭം മുതലേ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടികൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോ കുറെ ന്യൂ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് 2 പ്രാവശ്യം നമ്മൾ അത് നമ്മുടെ ഒരു ബ്രാൻഡിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു പ്രൊമോട്ട് ദി ബ്രാൻഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് 2 പ്രാവശ്യം കണ്ടക്ട് ചെയ്തു. റീസെന്റ് കഴിഞ്ഞൊരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു 3 months newsletter we are bringing out. So ഇതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള പല മെമ്പേഴ്സിനും അവരുടെ എഴുതാനുള്ള അല്ലെങ്കിൽ കവിത എഴുതാൻ ആർട്ടിക്കിൾസ് എഴുതാൻ എല്ലാ കഴിവുണ്ടാവും. അവർക്ക് അത് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. സോ ദാറ്റ് ഈസ് വൈ ഇത് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാം അഡ്വർടൈസ്മെന്റിനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. വളരെ നോർമൽ ആയിട്ടുള്ള ചാർജസിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അതർ പ്രോഗ്രാംസ് ഓൾസോ ഈ പറഞ്ഞ മാതിരി ഓണം പരിപാടി വളരെ ഫേമസ് ആയിട്ട് ഇതാണ് നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കൊല്ലത്തിൽ എല്ലാ കൊല്ലത്തിലും നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ കമ്മിങ് ടു സുസ്ഥിരം ഈ പ്രോഗ്രാം ഇപ്പോ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി നമ്മുടെ ഭാര്യ സമാജത്തിന്റെ ബ്രാൻഡിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവിന് കൂടിയാണ് നമ്മൾ ഈ സുസ്ഥിരം എന്നുള്ള ഈ മത്സര പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം മാത്രമാണ്. ഇതേമാതിരി പല പരിപാടികൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഇതിലിപ്പോ നമ്മള് മെയിനായിട്ട് കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടെ വി എക്സ്പെക്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫ്യൂച്ചർ പ്രോഗ്രാംസ്. സോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു. തൽക്കാലം
നമ്മളിപ്പോ ഈ ഇന്നത്തെ പ്രോഗ്രാം ഒരു 4-5 മണിക്കൂർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഫുഡിനുള്ള ഏർപ്പാടുകളില്ലാണ്ട് എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ പാർട്ടിസിപ്പൻസിനെയും മെമ്പേഴ്സിനെയും ഓർഗനൈസേഴ്സിനെയും പ്രോത്സാഹിപ്പിച്ച് എൻജോയ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ്. പിന്നെ നമ്മുടെ ഈ പരിപാടി നടത്താനായിട്ടുള്ള നമ്മുടെ MCs 2 പേര്, കൃഷ്ണദാസ് ആൻഡ് രശ്മി, ഇവർ 2 പേരെയും ഞാൻ പരിചയപ്പെടുത്തുന്നു. കൃഷ്ണദാസ് ആൻഡ് രശ്മി, അവർ 2 പേരാണ് നമ്മുടെ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത്. സോ നൗ ഐ വിൽ ഹാൻഡ് ഓവർ ടു കൃഷ്ണദാസ്. താങ്ക് യു SP വാര്യർ, സ്നേഹപൂർവ്വം വിളിക്കുന്ന സണ്ണിയാണ്. താങ്ക് യു സണ്ണിയാണ്. ആക്ച്വലി ഈ പ്രോഗ്രാമില് MCക്ക് ഒരു റോളില്ല, സത്യമാണ്. കാരണം there is no role for MCs because the entire program is based on our great singers who is going to perform here. So I think it's very important. Thanks Sanjay for giving a wonderful information about Warrior Samajam, and thank Warrior Samajam for organizing the Suswaram 24 and the Sangeeta Yatra journey of music, which is going to start today. I think they will continue this programs in the coming years also in a much more different ways. So ഇത് ഒരു യാത്രയാണ്, ഇതൊരു മ്യൂസിക് യാത്രയാണ്, ഇതൊരു മത്സരമാണ്. മത്സരം എന്ന് പറയുമ്പോൾ ഇവിടെ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതാണ് മത്സരം. മത്സരത്തിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇവന്റ്സ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വിന്നിംഗ് ഇവന്റ്സ്. പക്ഷേ സിൻസ് it's a competition, we should have good, great judges who can judge the ability of the singers. കുട്ടികൾ എങ്ങനെ പാടുന്നു, അവരുടെ എവിടെയാണ് അവർക്ക് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, അവരുടെ മിസ്റ്റേക്സ് അല്ല, അവരുടെ ഇംപ്രൂവ്മെന്റ് എന്താ വേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. We have a great panel of judges today. We are proud to welcome here all of them. First is Dr. Harish Narayan. We will have a short introduction by Rashmi about Harish Narayan. And then we have Professor Sudhir Warrier and Shri Suresh Warrier. Both are eminent judges for music. So I think your students will always take their blessings and advices. അവരുടെ ആശീർവാദവും അവരുടെ advices നിങ്ങൾക്ക് ഭാവിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ജഡ്ജസ് ആണ്. So I will quickly ask Rashmi to introduce, because it's very important that you should know who are all they. So that will give a brief idea about our great judges. So I will request Rashmi to please introduce the name and Dr. K. Harish Narayan. Dr. K. Harish Narayan is a Carnatic vocalist who holds a doctorate in music from the University of Madras, where he studied under the estimated guidance of Professor N. Ramanathan. He has served as guest faculty in the Department of Indian Music at the University of Madras and in the Department of Music and Fine Arts at the Central University of Tamil Nadu, Tiruvallur. Currently, Dr. Narayan is a guest faculty member in the Department of Vocal at the Tamil Nadu, Dr. Jayalalitha Music and Fine Arts, University, Chennai. His musical expertise has been shaped by his revered gurus, Srimati Suniti, Srimati Vaikam Saroja, Sri Chemmai Srinivasa Bhagavathar, and Sri T.P. Vaidyanathan. Their mentorship has been instrumental in his development as a prominent figure in Carnatic music. Sudhir. Professor Sudhir, a faculty of Indian classical music at VIT Vellore, is a trained professional Carnatic vocalist with over 20 years of industry experience. He has performed numerous prestigious events showcasing his expertise in Carnatic music. In addition to his vocal purpose, Professor Sudhir holds a diploma in audio engineering. His contribution to the field extends to composing for several acclaimed albums. Renowned Indian singers such as K.S. Chitra, Shankar Mahadevan, Hariharan, Sujata, Vijay Yeshudas, Sweta Mohan, and Mridula Warrior have rendered his compositions, attesting to his talent and versatility as a composer. Professor Sudhir's musical journey has been profoundly shaped by his esteemed gurus, Srimati K.S. Chandrika, Sri P.K. Keshavan Nambudiri, the late Sri Veena Venkatraman, Dr. N. Ramanathan, Srimati Supana Varadajari, and the late Sri Truchi Ganeshan. Their guidance has been instrumental in honing his skills and shaping his illustrious career in Carnatic music. The last and
Mr. Suresh Varak, was born into a family of musicians and is a well-trained singer in multiple classical music systems, Carnatic, Hindustani, and Western vocals, piano, violin. Trained by professionals for 18 years. He has to his credit a number of albums apart from staging over 5,000 shows, both classical and light music, and has specialized in ghazal singing. He believes in the melody of music and usually sings in popular multi-languages. With a strong musical understanding, doing stage shows and recordings for private albums, he sings in his own voice without of much voice imitation, but he adopts feel of the original singer. Other accomplishments: started singing from the age of 3 and introduced to stage from the age of 4. Won first prize in all competition right from second standard till final year degree. Composed music for advertisements, dramas, and assisted renowned music directors in telefilms and feature films. Currently, he is involved in research on ancient music systems across geographies. He also gains experience in advanced voice culture and singing. Since 1991, he has been a judge for various music competitions, including central government departments, state, and national level cultural competition. Thank you. We need your appreciation by clapping. അത് മാത്രമേ ഉള്ളൂ ഇവിടെ വരാൻ പോകുന്ന കണ്ടിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ. താങ്ക്സ് ഫോർ കമ്മിങ്.